Hi dear students, welcome back to QT for Business. QT for Business നമ്മൾ probability ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബബിലിറ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോബബിലിറ്റിയുടെ കുറച്ച് ടെക്നിക്കൽ ടേംസുകൾ കുറച്ച് തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ തിയറംസ് ഓഫ് പ്രോബബിലിറ്റി ആണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ അഡീഷൻ തിയറം മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അഡീഷൻ തിയറം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓരോ സിറ്റുവേഷനിൽ നമ്മൾ അഡീഷൻ തിയറം അപ്ലൈ ചെയ്യും, അതേപോലെ തന്നെ ആൻഡ് സിറ്റുവേഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അഡീഷൻ തിയറം രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുക, മ്യൂച്വലി എക്സ്ക്ലൂസീവും അതേപോലെ തന്നെ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആണ് ഉണ്ടാവുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിയറംസിലെ ഒരു ചാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാർട്ട് എന്തായാലും പഠിച്ചു വെക്കണം, കാരണം ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഈ ചാർട്ട് നമുക്ക് ഉപയോഗിക്കാം. അഡീഷണൽ തിയറത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവിലും നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവിലും, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവിലും അതേപോലെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവിലും എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് എന്ത് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്യൂട്ടിയിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുള്ള സാധാരണയായിട്ട് കണ്ടുവരാറുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ 52 പ്ലേയിങ് കാർഡ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അഥവാ പിന്നെ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു അല്ലെങ്കിൽ 2 കാർഡ് എടുക്കുന്നു, അത് റെഡ് ആവാനുള്ള സാധ്യത എത്രയാണ്, അത് ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ കോയിൻ ടോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബാസ്കറ്റിൽ നിന്ന് ബോൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സാധാരണ ചോദിച്ചു വരാറുള്ള ചില കോൺസെപ്റ്റ്സ്, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് റെഡ് ബോൾ ബ്ലാക്ക് ബോൾ ഇങ്ങനെ ബോൾസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വേഗത്തിൽ സോൾവ് ചെയ്യാം. അതേപോലെ കോയിന്റെ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതേപോലെ 6 ഫേസ്ഡ് ഡൈ ത്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ട്രക്ചറും നമുക്കറിയാം. പക്ഷെ സാധാരണ നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്, ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും നമ്മുടെ പിന്നെ 52 പ്ലേയിങ് കാർഡ്സിൽ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ആദ്യം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഈ 52 പ്ലേയിങ് കാർഡ്സിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ 52 പ്ലേയിങ് കാർഡ്സ് ഈ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. ടോട്ടലി നമുക്ക് 52 കാർഡ്സ് ആണ് ഒരു ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക. അതിൽ റെഡ് കാർഡ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബ്ലാക്ക് കാർഡ്സ് ഉണ്ടായിരിക്കും. അതിൽ ടോട്ടൽ റെഡ് കാർഡ്സ് എന്ന് പറയുന്നത് 26 റെഡ് കാർഡ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ടായിരിക്കും. ഈ റെഡ് കാർഡ്സുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഹേർട്ട് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡയമണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ബ്ലാക്കിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലബ് ഓർ ക്ലവർ ഉണ്ട്, അതേപോലെ തന്നെ സ്പേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ 13 ഉണ്ടായിരിക്കും, ഇതിലും 13 ഉണ്ടായിരിക്കും, ഇവിടെ 13 ഉണ്ടായിരിക്കും, ഇവിടെയും 13 ഉണ്ടായിരിക്കും. ഓക്കെ, 13 ടോട്ടൽ 26, അങ്ങനെ 26 ടോട്ടൽ 52 കാർഡ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഓരോ ഹേർട്ടിനകത്തും അല്ലെങ്കിൽ ഓരോ സെറ്റിനകത്തും 13 കാർഡുകളാണുള്ളത്. അതിൽ കിങ്, ക്യൂന്, അതേപോലെ ജാക്ക്, എയ്സ്, ദെൻ 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ 10 വരെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡയമണ്ടിലും ക്ലബിലും സ്പേഡിലും എല്ലാം അതേ പ്രകാരമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ടോട്ടൽ 52 കാർഡ്സ് ആണ് ഉണ്ടാവുക. അതിൽ 26 റെഡ് ഉണ്ടാവും, 26 ബ്ലാക്ക് ഉണ്ടായിരിക്കും. അതിൽ റെഡിൽ 2 കാറ്റഗറിയാണ്, ഹേർട്ടും ഡയമണ്ടും ഉണ്ടായിരിക്കും. അതിൽ 13 വെച്ചിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ബ്ലാക്കിൽ 13 ക്ലബ് ഉണ്ടാവും, 13 സ്പേഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു 52 പ്ലേയിങ് കാർഡ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മ്യൂച്വലി എക്സ്ക്ലൂസീവും അതേപോലെ തന്നെ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവും, അത് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം 2 എണ്ണത്തിൽ വരാത്തത് എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഈ ഒരു 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് റെഡും ബ്ലാക്കും രണ്ടും ഒരുമിച്ച് നമുക്ക് ലഭിക്കില്ല. ഒരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ലഭിക്കുക. അതേപോലെ തന്നെ ഹേർട്ടും ക്ലബും നമുക്ക് ഒരുമിച്ച് ലഭിക്കില്ല, അല്ലെങ്കിൽ റെഡ് കളറും ക്ലബും നമുക്ക് ഒരുമിച്ച് ലഭിക്കില്ല, അല്ലെ? കാരണം റെഡ് കാരണം ക്ലബ് എന്ന് പറയുന്നത് ബ്ലാക്കിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല, ഒരു കാർഡ് എടുക്കുമ്പോൾ അത് ക്ലബും റെഡും ആവാനുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ ക്ലബും സ്പേഡും ആവാനുള്ള സാധ്യതയില്ല, കാരണം രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതേസമയം മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുക എന്നുള്ളതാണ്. അഥവാ ബ്ലാക്കിൽ ക്ലബ്ബ് നമുക്ക് ലഭിക്കാം, അതേപോലെ തന്നെ ബ്ലാക്കിൽ സ്പേഡ് നമുക്ക് ലഭിക്കാം, അതേപോലെ തന്നെ ക്ലബിൽ നമുക്ക് കിങ് ലഭിച്ചേക്കാം. കാരണം ക്ലബിൽ കിങ് വരുന്നുണ്ട്. അതേസമയം ക്ലബിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഡയമണ്ട് നമുക്ക് ലഭിക്കില്ല. ക്ലബിൽ നമുക്ക് റെഡ് കളർ ഉള്ളത് നമുക്ക് ലഭിക്കില്ല. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവും മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാർഡിന്റെ സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞാൽ
ചെയ്താലാണ് നമുക്ക് പ്രോബ്ലംസ് കുറച്ചും കൂടെ വേഗത്തിൽ സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അഥവാ കാർഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ 1-2 പ്രോബ്ലംസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് കാർഡ് ഈസ് ക്ലവർ ഓർ സ്പേഡ്? Then second question, the selected card is clever or king. അപ്പൊ നമ്മളൊരു 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ കാർഡ് എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്ത കാർഡ് ക്ലവറോ സ്പീഡോ ആവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ സെലക്ട് ചെയ്ത കാർഡ് ക്ലവറോ കിങ്ങോ ആവാനുള്ള സാധ്യത എത്രയാണെന്നുള്ള. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോബബിലിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കിങ് വരാനുള്ള സാധ്യത എത്രയാണ്, അതേപോലെ തന്നെ ക്ലവർ വരാനുള്ള സാധ്യത എത്രയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ട് പ്രോബബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അപ്പം ജസ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്ലവർ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സ്പേഡ്, അത് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ലഭിക്കാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അല്ലെ, അഥവാ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ. അല്ലെ, ഇപ്പൊ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാണ് ഹെഡ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം അവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 2 ആണ്, ഹെഡ് എന്ന് പറയുന്നത് 1 ഉള്ളൂ. അല്ലെ, ടോട്ടൽ ഹെഡും ടൈലും ഉണ്ട്. അല്ലെ, ഹെഡും ടൈലും ഉണ്ട്, പക്ഷെ നമുക്ക് ഹെഡ് ആണ് വേണ്ടത്. സോ ടോട്ടൽ 1 ആണുള്ളത്. അല്ലെ, അപ്പൊ ആദ്യം നമ്മൾ ഈ രൂപത്തിലേക്ക് ഒന്ന് ഇതിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദി സെലക്ടഡ് കാർഡ് ഈസ് ക്ലവർ ഓർ സ്പേഡ്. നമ്മൾ സെലക്ട് ചെയ്ത കാർഡ് ക്ലവർ ആണോ അല്ലെങ്കിൽ സ്പേഡോ ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണ്? അല്ലെ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്ലവർ, അല്ലെ, ക്ലവർ ആവാനുള്ള സാധ്യത എത്രയാണെന്നുള്ള നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടോട്ടൽ 13 കാർഡ്സ് ആണ് നമുക്കുള്ളത്. അല്ലെ, ഇപ്പൊ ടോട്ടൽ 13/52 ആണ് വരുന്നത്. അല്ലെ, ഇപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള 13 ആണ്, ടോട്ടൽ 52 കാർഡ്സ് ആണ് ഉള്ളത്. അല്ലെ, ഇതാണ് നമുക്ക് ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് സ്പെയ്ഡ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? അതേ പ്രകാരം തന്നെ സ്പെയ്ഡിലും നമുക്ക് 13 കാർഡാണുള്ളത്. സോ 13/52 ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ദ സെലക്ടഡ് കാർഡ് ഈസ് ക്ലവർ ഓർ സ്പേഡ്. അല്ലെ, ക്ലവറോ സ്പെയ്ഡോ ആവാനുള്ള സാധ്യതയാണ്, അല്ലാതെ ക്ലവർ ആവാനുള്ള സാധ്യതയല്ല, സ്പെയ്ഡ് ആവാനുള്ള സാധ്യതയല്ല. ക്ലവർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 13/52 ആണ്, സ്പെയ്ഡ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 13/52 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലവറോ സ്പെയ്ഡോ ആവാനുള്ള സാധ്യതയാണ്. അതായത് അവിടെ ഓർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ തിയറംസിൽ നമ്മൾ പറഞ്ഞാണ് ഓർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അഡീഷൻ തിയറാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെ, അപ്പൊ അഡീഷൻ തിയറത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, നോൺ എക്സ്ക്ലൂസീവ് ഉണ്ട്. അല്ലെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ, അഥവാ നമ്മൾ ഒരു 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്യുന്ന കാർഡ് ക്ലവറോ സ്പെയ്ഡോ ആവാനുള്ള സാധ്യത, ഈ ഒരു സിറ്റുവേഷൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് വരാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെ, അതായത് രണ്ടും നമുക്ക് ഒരുമിച്ച് ലഭിക്കാതിരിക്കുക. അല്ലെ, ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ക്ലവറും സ്പെയ്ഡും ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അല്ലെ, ക്ലവറും സ്പെയ്ഡും. അപ്പൊ നമ്മൾ ഈ ഒരു കാർഡിൽ നിന്ന്, ഈ ഒരു സെറ്റ് ഓഫ് കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ക്ലവറും സ്പെയ്ഡും നമുക്ക് ഒരുമിച്ച് ലഭിക്കില്ല. അല്ലെ, ക്ലവറും സ്പെയ്ഡും നമുക്ക് ഒരുമിച്ച് ലഭിക്കില്ല. അപ്പൊ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണ്? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് ബി, അഥവാ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി. ഓർ സിറ്റുവേഷൻ ആണ്. അല്ലെ, നമ്മൾ പറഞ്ഞ ക്ലവർ ഓർ സ്പെയ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അല്ലെ, എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. അഡീഷൻ തിയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ ക്ലവറിന്റെ എ ആയിട്ട് എടുക്കാം, ഇവിടെ സ്പെയ്ഡിന്റെ നമുക്ക് ബി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 13/52 പ്ലസ് 13/52 അല്ലെ, ടോട്ടൽ 26/52. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലവറോ സ്പെയ്ഡോ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാർഡ് ക്ലവറോ സ്പെയ്ഡോ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 26/52 ആണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ സെലക്ടഡ് കാർഡ് ഈസ് ക്ലവർ ഓർ കിങ്. ക്ലവറോ കിങ്ങോ ആവാനുള്ള സാധ്യതയാണ്. അല്ലെ, അപ്പൊ ക്ലവർ ആവാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ക്ലവർ. അല്ലെ, ക്ലവർ ആവാനുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടതാണ് 13/52 ആണ്.
ഇനി പ്രോബബിലിറ്റി ഓഫ് കിങ് ആവാനുള്ള സാധ്യത. ഇവിടെ കിങ് ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ഹെർട്ടിൽ കിങ് ഉണ്ട്, ഡയമണ്ടിൽ കിങ് ഉണ്ട്, ക്ലവറിൽ ക്ലബിൽ കിങ് ഉണ്ട്, സ്പേഡിൽ കിങ് ഉണ്ട്. 4 കിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ കിങ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 4/52 ആണ്. 4/52 ആണ് നമ്മുടെ കിങ് ആവാനുള്ള സാധ്യതയായിട്ട് പറയുന്നത്. ഇവിടെ അഡീഷൻ തിയർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് ക്ലവർ ഓർ കിങ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഓർ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അഡീഷൻ തിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അതോ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലവർ ഓർ കിങ് ആണ്. ക്ലവർ ഇവിടെയാണ്. അപ്പൊ നമ്മളൊരു കാർഡ് എടുക്കുന്ന സമയത്ത് അത് ക്ലവർ ഓർ കിങ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് ക്ലവറും കിങ്ങും ആവാനുള്ള സാധ്യതയുണ്ടല്ലോ. അതേപോലെ തന്നെ സ്പേഡിലെ കിങ് ആവാനുള്ള സാധ്യതയുണ്ട്, ഡയമണ്ടിലെ കിങ് ആവാനുള്ള സാധ്യതയുണ്ട്, ഹെർട്ടിലെ കിങ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ക്ലവറും കിങ്ങും ഒരുമിച്ച് നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ക്ലവറും കിങ്ങും ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? അഥവാ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്ലവർ ആൻഡ് കിങ് അല്ലെ. ക്ലവറും കിങ്ങും ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരു കിങ് മാത്രമാണുള്ളത്. അഥവാ 1/52 ആണ് അല്ലെ. 1/52 ആണ് ക്ലവറും കിങ്ങും ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ നമ്മോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലവറോ കിങ്ങോ ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി, പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അഥവാ എ ആൻഡ് ബി എന്നുള്ളതാണ്, എ ഇൻറ്റു ബി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് A union B equal to probability of A plus probability of B minus probability of A into B, അഥവാ A and B. അപ്പൊ നമുക്ക് probability of A നമ്മളിവിടെ ക്ലവർ A ആയിട്ട് എടുക്കുന്നു, കിങ് നമ്മൾ B ആയിട്ട് എടുക്കുന്നു, ഇത് നമ്മൾ എന്ത് ചെയ്യും? AB ആയിട്ട് എടുക്കുന്നു. ഓക്കെ, A and B. ഓക്കെ. അപ്പൊ 13/52 പ്ലസ് 4/52 മൈനസ് 1/52. ഓക്കെ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 16/52 ആണ് കിട്ടുക, അഥവാ 4/13 ആണ് വരിക. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ അഡീഷൻ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. തന്നിട്ടുള്ള സിറ്റുവേഷൻ ഓർ ആണോ ആൻഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഓർ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അഡീഷൻ തിയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അവിടെ നമുക്ക് അഡീഷൻ തിയറത്തിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്, അഥവാ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, അതേപോലെ തന്നെ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ഉണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇവന്റുകളും ഒരുമിച്ച് സംഭവിക്കില്ല, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ. അതായത് ഞാൻ വീണ്ടും പറയുന്നു, 2 ഇവന്റുകൾ ഒരുമിച്ച് സംഭവിക്കില്ല. നമ്മൾ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് റെഡും ബ്ലാക്കും ഒരുമിച്ച് ലഭിക്കില്ല. അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഇവന്റുകൾ ഒരുമിച്ച് സംഭവിച്ചേക്കാം. അഥവാ നമ്മൾ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുമ്പോൾ അത് ബ്ലാക്കും ക്ലബും ആവാം, അല്ലെങ്കിൽ ക്ലവറും കിങ്ങും ആവാം, അല്ലെങ്കിൽ സ്പേഡും ക്യൂനും ആവാം. ഓക്കെ. ഇതിനെയാണ് നമ്മൾ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട 2 ഫോർമുലാസ് ആണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ് 2 കാർഡ്സ് ആർ ഡ്രോൺ അറ്റ് റാൻഡം വൺ ആഫ്റ്റർ ദി അതർ. ഓക്കെ. അപ്പോൾ ഒരു 52 കാർഡ്സിൽ നിന്ന് നമ്മൾ 2 കാർഡുകളാണ് എടുക്കുന്നത്. 2 കാർഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, ഒന്നിന് ശേഷം 1 എന്നുള്ള രൂപത്തിൽ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ ബോത്ത് കാർഡ്സ് ആർ ക്യൂൻ? രണ്ടും ക്യൂനാവാനുള്ള സാധ്യത എത്രയാണ്? ഓൺ ദി അസംഷൻ ദാറ്റ് ദ സെലക്ടഡ് കാർഡ് അറ്റ് ഫസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബിഫോർ ദി സെലക്ടിങ് ദി സെക്കൻഡ്. ഓക്കെ. അഥവാ ഒന്നാമത്തെ കാർഡ് എടുത്തിട്ട് രണ്ടാമത്തെ കാർഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ കിട്ടുന്ന ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ കാർഡുകൾ ക്യൂനാവാനുള്ള സാധ്യത എത്രയാണ്? അതേപോലെ തന്നെ സെലക്ടഡ് കാർഡ് അറ്റ് ഫസ്റ്റ് ഈസ് നോട്ട് റീപ്ലേസ്ഡ് ബിഫോർ സെലക്ടിങ് ദി സെക്കൻഡ്. ഓക്കെ. ഒന്നാമത്തെ കാർഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാർഡ് എന്ത് ചെയ്യുന്നില്ല, അവിടെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് കാർഡ് റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ. ഒന്നാമത്തെ കാർഡ് എടുക്കുന്നു, അതിനുശേഷം നമ്മൾ റീപ്ലേസ് ചെയ്യാതെ രണ്ടാമത്തെ കാർഡ് എടുക്കുന്നു. അങ്ങനെ ഈ 2 കാർഡും ക്യൂനാവാനുള്ള സാധ്യത എത്രയാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 52 പ്ലേയിങ് കാർഡ്സ് ആണുള്ളത്. അതിൽ നിന്ന് നമ്മൾ ക്യൂനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര ക്യൂൻ ഉണ്ട് എന്നുള്ളത് നോക്കണം. നമുക്ക് എത്ര ക്യൂൻ ഉണ്ട് എന്നുള്ളത് നോക്കണം. സോ പ്രോബബിലിറ്റി ഓഫ് ക്യൂൻ. ഓക്കെ.
ടോട്ടൽ നമുക്ക് എത്ര ക്യൂനാണുള്ളത്? ഓരോ സെറ്റിനകത്തും ഓരോന്ന് വീതം. സോ ടോട്ടൽ 4 ക്യൂനാണുള്ളത്. സോ 4/52 ആണ് നമുക്ക് ക്യൂൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്, അഥവാ നമ്മൾ ഒരു കാർഡ് എടുക്കുന്നു. അങ്ങനെ ഒരു കാർഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധ്യത എന്ന് പറയുന്നത് 4/52 ആണ്. അഥവാ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്യൂനാവാനുള്ള സാധ്യത, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ലെ. ഇവിടെ ആൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ തിയറം വരുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല. കാരണം അവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ടാവില്ല. അവിടെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാത്രമാണ് ഉണ്ടാവുക. സോ probability of A and B, okay, equal to probability of A into probability of B. ഇത് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് probability of A and B അഥവാ ക്യൂൻ, 2 ക്യൂൻ അല്ലെ. സോ probability of 2 ക്യൂൻ, 2 ക്യൂന് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് probability of A and B ആണ്. അഥവാ 4/52 into 4/52. ഇതാണ് നമുക്ക് അവിടെ വരുന്നത്. സോ 1/169 ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്കിതിൽ കാണാം, if A and B are 2 non-mutually exclusive events, probability of occurring the events A and B together is calculated as probability of A intersection B equal to probability of A and B അല്ലെ. അഥവാ 4/52 into 4/52 equal to 1/169 ആണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഒന്നാമത്തെ കാർഡ് എടുക്കുന്നു, എന്നിട്ട് ആ കാർഡ് റീപ്ലേസ് ചെയ്യാതെ നമ്മൾ രണ്ടാമത്തെ കാർഡ് എടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്യൂന് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4/52 ആയിരിക്കും. കാരണം ടോട്ടൽ 52 പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്യൂൻ സെലക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 4 ക്യൂനാണുള്ളത്. സോ 4/52 ആയിരിക്കും. എന്നാൽ നമ്മൾ ഒന്നാമത്തെ കാർഡ് എടുത്തു, അത് നമുക്ക് ക്യൂൻ കിട്ടുന്നു. ദെൻ രണ്ടാമത്തെ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ക്യൂന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ? അപ്പോൾ ബാക്കി 3/51 നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വരിക, പ്രോബിലിറ്റി ഓഫ് ക്യൂൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരിക. പ്രോബിലിറ്റി ഓഫ് ക്യൂൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/52 ആണ്. ഒന്നാമത് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് സാധ്യത എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ കാർഡ് എടുക്കുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് ക്യൂൻ, ഇത് ഫസ്റ്റ് ക്യൂന്, ഇത് സെക്കൻഡ് ക്യൂന്, രണ്ടാമത്തെ ക്യൂന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് മൈനസ് ചെയ്യും അല്ലെ. 3/51 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ഇൻറ്റു B ആണ് അല്ലെ. സോ 4/52 ഇൻറ്റു 3/51 ഈക്വൽ ടു 1/221 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ അഡീഷൻ തിയറവും മൾട്ടിപ്ലിക്കേഷൻ തിയറവും നമ്മൾ യൂസ് ചെയ്യുന്നത്.